നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ChatGPT. എന്നാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ ഡേറ്റയും ഇപ്പോൾ എവിടെയാണ് ചെന്നെത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ രാജാവായ OpenAI ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് DOD, അതായത് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ചേർന്ന് പുതിയൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സാം ഓൾട്ട്മാനും സംഘവും. കേൾക്കുമ്പോൾ സാധാരണമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു അപകടമുണ്ട് എന്നാണ് ടെക് വിദഗ്ധർ പറയുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കില്ല എന്ന തങ്ങളുടെ പഴയ നയം OpenAI തിരുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ChatGPT യുദ്ധത്തിന് സഹായിക്കുമോ, അതോ ഇത് വമ്പൻ ചാരപ്പണിയാണോ? പരിശോധിക്കാം. OpenAI തങ്ങളുടെ പോളിസിയിൽ നിശബ്ദമായ ഒരു മാറ്റം വരുത്തി. മുൻപ് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു വരി ഇതായിരുന്നു: ഡോണ്ട് യൂസ് ആർ ടൂൾസ് ഫോർ മിലിറ്ററി ആൻഡ് വാർഫെയർ. അതായത് പട്ടാളത്തിനോ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കോ യുദ്ധത്തിനോ തങ്ങളുടെ AI നൽകില്ല എന്ന്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ഈ വരി അവർ വെട്ടിമാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ഈ ഒരു മാറ്റം? കാരണം മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണുമായി അവർ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റി മെച്ചപ്പെടുത്താനും സൈനികരുടെ മാനസികാരോഗ്യം പരിശോധിക്കാനും AI ഉപയോഗിക്കാം എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ലോകം ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഇത് കേവലം സൈബർ സെക്യൂരിറ്റിയിൽ മാത്രം ഒതുങ്ങുമോ, അതോ ശത്രുക്കളെ നിരീക്ഷിക്കാനുള്ള മാരകായുധമായി AI മാറുമോ? ശരിക്കും ഇതൊരു വമ്പൻ മാറ്റം തന്നെയാണ്, വളരെ നിർണായകവുമാണ്. കാര്യങ്ങൾ ഗൗരവകരമാകുന്നത് ഇനിയാണ്. ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം OpenAIയുടെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്, പ്രത്യേകിച്ച് ഡേറ്റ പ്രൈവസിയിൽ ശ്രദ്ധിക്കുന്നവർക്കിടയിൽ. നമ്മൾ നൽകുന്ന വിവരങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി വിശകലനം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കൃത്യമാക്കാൻ AI ഉപയോഗിക്കുമ്പോൾ അത് വ്യക്തിത്വ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാകുമോ? മുൻപ് ഗൂഗിൾ ഇത്തരം ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ ജീവനക്കാർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ ഗൂഗിളിന് ആ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എന്നാൽ OpenAI ഇപ്പോൾ ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ലാഭത്തിന് വേണ്ടി അവർ തങ്ങളുടെ ധാർമ്മികത കൈവിടുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. OpenAI ഒറ്റയ്ക്കല്ല ഈ വഴിയിൽ നടക്കുന്നത്. അവരുടെ പ്രധാന പാർട്ട്ണറായ മൈക്രോസോഫ്റ്റ് കാലങ്ങളായി സൈനിക കരാറുകൾ ഏറ്റെടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വഴി പെന്റഗണിലേക്ക് OpenAIയുടെ സാങ്കേതിക വിദ്യ എത്തുന്നത് തടയാൻ ആർക്കും കഴിയില്ല. ബിസിനസ് സൈഡ് നോക്കിയാൽ ഇതൊരു വമ്പൻ ലാഭമാണ്. പ്രതിരോധ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ബില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ടിംഗ് OpenAIയുടെ വളർച്ചയ്ക്ക് വലിയ കരുത്ത് നൽകും. പക്ഷേ AI ഫോർ ഹ്യൂമാനിറ്റി എന്ന് കൊട്ടിഘോഷിച്ചവർ ഇപ്പോൾ AI ഫോർ മിലിറ്ററി എന്ന നിലപാടിലേക്ക് മാറുന്നത് ശരിയാണോ? സാം ഓൾട്ട്മാൻ പറയുന്നത് ഇത് സൈനികരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ യുദ്ധഭൂമിയിൽ ഒരു AI എടുക്കുന്ന തീരുമാനം എത്രത്തോളം വിശ്വസിക്കാനാകും? നമുക്ക് ഇനി ഈ ഒരു സീനിന്റെ ബിഗ് പിക്ചർ ഒന്ന് നോക്കാം. ലോകം ഇപ്പോൾ ഒരു ആയുധ പന്തയത്തിലല്ല, മറിച്ച് AI റേസിലാണ് എന്ന് വേണം പറയാൻ. ചൈനയും റഷ്യയും സൈനിക ആവശ്യങ്ങൾക്കായി AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രം മാറി നിൽക്കാൻ കഴിയില്ല. ഭാരതത്തെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളും പ്രതിരോധ മേഖലയിൽ AI കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികൾ സൈന്യവുമായി കൈകോർക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ വിവരങ്ങൾക്ക് മേൽ എത്രമാത്രം അധികാരം ലഭിക്കുമെന്നത് ഗൗരവകരമായ കാര്യമാണ്. അപ്പോൾ പെന്റഗണും OpenAIയും തമ്മിലുള്ള ഈ ഒരു അവിശുദ്ധ ബന്ധം ലോകത്തെ ഡിജിറ്റൽ സർവൈലൻസിന്റെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചേക്കാം. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം OpenAI തങ്ങളുടെ നയങ്ങൾ വീണ്ടും അമെൻഡ് ചെയ്യുകയാണ്. പ്രതിഷേധം കടുത്തതോടെ തങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കില്ല എന്നവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നിരീക്ഷണത്തിന്, അതായത് സർവൈലൻസിനും ഇൻഫർമേഷൻ ഗ്യാതറിംഗിനും AI ഉപയോഗിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് സൂചന. ഇന്ന് നാം കാണുന്ന ChatGPT വെറും ഒരു ചാറ്റ് ബോട്ട് മാത്രമല്ല, അത് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന ഒരു മസ്തിഷ്കമായി മാറുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കുമ്പോൾ തന്നെ അത് മറ്റൊരു വശത്ത് നമ്മളെ നിരീക്ഷിക്കാനുള്ള ആയുധമായി മാറുകയാണ്. OpenAIയുടെ ഈ പുതിയ മിലിറ്ററി മൂവ് വലിയൊരു ചർച്ചയ്ക്ക് വഴിമാറിക്കഴിഞ്ഞു. ലാഭത്തിന് വേണ്ടി സമാധാനപരമായ നിലപാടുകൾ കമ്പനികൾ മാറ്റുമ്പോൾ നമ്മൾ സാധാരണക്കാരാണ് ജാഗ്രത പാലിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.